സിരിജി 4 ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ ശക്തി പ്രാപിക്കുന്നു. പല ജില്ലകളിലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 2018 പ്രളയം അതേ സമാനമായ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണോ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്? ഇപ്പം നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒരുപോലെയാണ് മഴയുടെ മുന്നറിയിപ്പ് വരുന്നത്, മഴ ശക്തി ആർജിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു ഈ തെക്കൻ മേഖലകളിൽ അല്ലെങ്കിൽ മധ്യകേരളത്തിൽ മാത്രമാണ് മഴയെന്ന്. അങ്ങനെയല്ല, വടക്കൻ മേഖലയിൽ മഴ കനത്തപ്പോഴാണ് റോഡുകൾ ഇടിഞ്ഞു പോകുന്നതും അവിടെ വെള്ളം ഉയർന്നു തുടങ്ങിയതിൻ്റെ വാർത്തകൾ വന്നത്. ഇപ്പോൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലും കോട്ടയത്തും കോഴിക്കോട്ടും വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അവിടുത്തെ നദികൾ ക്രമാതീതമായി ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അച്ചൻകോവിലാറ് പത്തനംതിട്ടയിൽ, കോട്ടയത്തിൽ മീനച്ചിലാറ്, ഈ ആറുകളിൽ ജലനിരപ്പ് ഉയരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മലമുകളിൽ കനത്ത മഴ പെയ്യുന്നു. ഈ ജലം മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാം. 2018 പ്രളയമുണ്ടായപ്പോൾ പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ജില്ലകളിലെ പുഴകളും ആറുകളും എല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഡാമിലെ ജലനിരപ്പ് അതിൻ്റെ ഒരു പരിധി കപ്പാസിറ്റിയേക്കാൾ മുകളിലേക്ക് ഉയർന്നിരുന്നു. ആ സമയത്ത് ചില ഷട്ടറുകൾ തുറന്നു വിട്ടു. അങ്ങനെ ഒരുമിച്ച് ഷട്ടർ തുറന്നാണ് ജലനിരപ്പ് കൂടിയെന്നൊക്കെ പറയുന്നു. അതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല, സർക്കാർ അംഗീകരിച്ചിട്ടുമില്ല. എന്തായാലും ഈ ജലനിരപ്പ് ആ രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതിനെ നമ്മൾ ഗൗരവത്തോടെ കാരണം ഈ അച്ചൻകോവിൽ ആറ് നിറഞ്ഞു കഴിഞ്ഞാൽ കോന്നി ഉൾപ്പെടെയുള്ള കല്ലേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് വൻതോതിൽ വെള്ളം നിറയുന്നു, ഒഴുകിയെത്തുന്നു. വള്ളംകുളത്ത്, അതായത് തിരുവല്ലയ്ക്ക് സമീപമുള്ള പത്തനംതിട്ടയിലെ തന്നെ ഒരു വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമാണ്. ആ ഭാഗത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നു. നേരത്തെ ഇത്തരം ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ടൊന്നും പ്രഖ്യാപിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ മൺസൂൺ കാലം കുറച്ച് അപകടകരമാണ്. അതായത് 2018 സമാനമായ രീതിയിലുള്ള ഒരു മഴ പെയ്ത്തിന് സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. ഇപ്പോൾ മധ്യ കേരളത്തിൽ ഏതാണ്ട് കനത്ത മഴയാണ് പെയ്യുന്നത്. കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും മരങ്ങൾ ഉൾപ്പെടെ തകർന്നു. അപ്പോൾ തെക്കൻ ജില്ലകളിലും മഴ കനത്തല്ലോ. വിഴിഞ്ഞത്ത് മീൻ പിടിക്കാൻ പോയ ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു. അപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾ സൂക്ഷിക്കണം. ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം, കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ അവധിക്കാലമാണ്, വീടുകളിലുണ്ട്. അവർ സ്വാഭാവികമായിട്ടും വെള്ളം കാണുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. ചിലപ്പോൾ വല്ല കയത്തിൽ പോയി വീഴാം, പാടത്തിലേക്ക് ഇറങ്ങാം. കഴിഞ്ഞ ദിവസം തന്നെ മീൻ പിടിക്കാൻ പോയ സഹോദരങ്ങൾ വൈദ്യുതി കമ്പി വെള്ളത്തിൽ പൊട്ടി വീണ് ഷോക്കേറ്റ് മരിച്ചു. ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. അല്ലെങ്കിൽ ഈ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഇത് കരപ്രദേശങ്ങളിലേക്ക്, താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുകയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രളയ സാധ്യത കണക്കിലെടുത്ത് വിവിധ നദികൾക്ക് ഓറഞ്ച് അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. പത്തനംതിട്ടയിലെ മണിമല നദിയിൽ ഓറഞ്ചും, കോട്ടയം മീനച്ചൽ, കോഴിക്കോട് കോരപ്പുഴ, പത്തനംതിട്ട അച്ചൻകോവിൽ, വയനാട്, കബനി എന്നീ നദികളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ പത്തനംതിട്ടയിലെ മണിമല നദിയിലെ തോണ്ടറ, അതായത് വള്ളംകുളം സ്റ്റേഷനിൽ ഓറഞ്ച് അലർട്ടും, കോട്ടയം ജില്ലയിലെ മീനച്ചൽ നദിയിലെ പേരൂർ സ്റ്റേഷൻ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കുന്ദമംഗലം, കൊള്ളിക്കൽ എന്നീ സ്റ്റേഷനുകളിലും പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ നദിയിലെ കല്ലേലി, കോന്നി, GD എന്നീ സ്റ്റേഷനുകളിലും വയനാട് കബനി നദിയിലെ കാക്കവയൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അതൊരു പ്രളയ സമാനമായ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുന്നറിയിപ്പുകൾ പാലിക്കണം. നദികളിലേക്ക് ഇറങ്ങാനോ നദികൾ മുറിച്ചു കടക്കാനോ പാടില്ല. പ്രത്യേകിച്ച് ഈ സമയത്താണ് ഈ പുഴകളിലൊക്കെ മീൻ പിടിക്കാനായി ഒരുപാട് പേർ എത്തുന്നത്. ജലം ഒരുപാട് ഇങ്ങനെ കുതിച്ച് വരുമ്പോൾ അതിൽ നിന്നും ഈ പുഴ മീനുകളൊക്കെ കിട്ടാൻ വളരെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ മീൻ പിടിക്കാനുള്ള വെപ്രാളത്തിൽ ഈ വെള്ളത്തിലേക്ക് പോകും. അപ്പൊ വെള്ളശക്തിയായി വരുന്നുണ്ട് ഒന്നും ഇവർ നോക്കുന്നില്ല. ഇവരുടെ ലക്ഷ്യം മീൻ പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പോലീസ് തന്നെ പറയുന്നുണ്ട്, വംശനാശ ഭീഷണി നേരിടുന്നത് കൊണ്ട് നിങ്ങൾ പുഴകളിലെ മീനുകൾ പിടിക്കരുത് എന്ന് പറഞ്ഞാലും ചിലരൊന്നും അത് കേൾക്കത്തില്ല. അവർ പോയി മീൻ പിടിക്കും. പിടിച്ചോണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും കുത്തി ഒലിച്ച് മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഒലിച്ചു പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ വെള്ളം കുറവെന്ന് പറഞ്ഞിട്ട് നദികളിലേക്ക് ഇറങ്ങും, പക്ഷെ പെട്ടെന്നായിരിക്കും അതിശക്തമായ ജലപ്രവാഹം ഉയരുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ എന്താ പറയുക, ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ. ഇപ്പോൾ സിനിജ് പറഞ്ഞതുപോലെ വള്ളത്തിൽ പോയ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു എന്ന് പറയുന്നു. തീരദേശത്തൊക്കെ വലിയ ജാഗ്രത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. കടലിൽ ഇറങ്ങരുത്, ജാഗ്രത പാലിക്കണം
പാലിക്കണമെന്നൊക്കെ, അതൊന്നും കേൾക്കാതെ പോകുന്നവർക്ക് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകും. ഇപ്പൊ കുട്ടികൾ, 2 ഇരട്ട സഹോദരങ്ങളുടെ പുറത്തുകൂടി കാലപ്പഴക്കം ചെന്ന ഒരു പോസ്റ്റ് മറിഞ്ഞു വീണാണ് ആ 2 കുഞ്ഞുമക്കൾ മരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളാണെങ്കിലും ഈ റോഡിലെ കുഴികൾ കാണാൻ പറ്റില്ല, വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ ചെന്ന് കാല് വെച്ചു കൊടുക്കുന്നത് ആ കുഴിക്കകത്തായിരിക്കും, ആ ഗർത്തത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇത്തരത്തിൽ മഴ സമയത്ത് ഇപ്പൊ ജോലിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പുറത്തിറങ്ങുമ്പോഴും വളരെ ശ്രദ്ധിച്ച്, വളരെ പിന്നെ എന്താ പറയുക, ജാഗ്രത പാലിച്ച് വേണം ഈ സമയത്ത് പോകാൻ. പ്രത്യേകിച്ച് പ്രളയം മുന്നറിയിപ്പ് തന്നിരിക്കുന്ന ജില്ലകളിലൊക്കെ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ മഴ കനക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വടക്കൻ കേരളത്തിൽ മഴ കനക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ പെയ്യെങ്കിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിൽ മഴ ഒഴിഞ്ഞു നിൽക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മീനച്ചിലാറ്, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, വയനാട് ജില്ലയിലെ കബനി, അപ്പോൾ എല്ലാ ജില്ലകളിലെയും നദികൾ, പ്രധാനപ്പെട്ട നദികളെല്ലാം തന്നെ കര കവിഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ മലമുകളിൽ കനത്ത മഴ പെയ്യുന്നു എന്നതാണ് ഈ ജലനിരപ്പ് നദികളിൽ ഉയരാനുള്ള പ്രധാന കാരണം. അത്തരത്തിൽ ജലനിരപ്പ് ഉയർന്നാൽ സ്വാഭാവികമായും ഇതിൻ്റെ കരയിലുള്ളവരെയൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ പുലർച്ചെയാണ് സാധാരണ ഇതിൽ കനത്ത മഴ പെയ്യുകയും വെള്ളം കുത്തിയൊലിച്ചെത്തുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും ഉറക്കത്തിലായിരിക്കും. വീട്ടിനുള്ളിൽ വെള്ളം കയറുമ്പോൾ മാത്രമാണ് അറിയുന്നത്. 2018 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് ഇത് തന്നെയായിരുന്നു. കാരണം രാത്രി കാലങ്ങളിൽ ഈ വെള്ളം കുതിച്ചു എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും വൈദ്യുത പോസ്റ്റുകൾ അപകടത്തിൽപ്പെടാം. പിന്നെ വൈദ്യുതി സർക്യൂട്ട്, അതായത് കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ വൈദ്യുതി പോലും ഇല്ലാത്ത അപകടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ചെറിയ ചെറിയ മുന്നറിയിപ്പുകൾ പോരുമ്പോഴും വരുമ്പോഴും നമ്മൾ ജാഗ്രത പാലിക്കണം പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അവഗണിച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. പക്ഷേ മുമ്പ് അങ്ങനെ അവഗണിച്ചത് കൊണ്ടോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പിടിപ്പീട് കൊണ്ടോ വലിയൊരു പ്രളയത്തെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് 100 വർഷത്തിനിടയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രളയമായിരുന്നത്. അതിന് സമാനമായിട്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ വലിയ തോതിൽ വെള്ളം ഉയർന്നു വരുന്നു എന്നതിൻ്റെ സൂചനകൾ വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് മാറിയാൽ കോട്ടയത്തുമുണ്ട്. അതായത് ഇടുക്കി, കോട്ടയം ജില്ലകളിൽ വെള്ളം ഉയരുന്നു, മഴ കനക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് മീനച്ചിലാറ് കര കവിയുന്നു എന്ന് പറയുന്നത്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അച്ചൻകോവിൽ കര കവിയും. ഇനി കോരപ്പുഴ കര കവിയുക എന്നൊക്കെ പറയുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതകരമായ സാധനമാണ്. കോരപ്പുഴയിൽ എപ്പോഴും വെള്ളം നിറഞ്ഞ് ഒഴുകാൻ സാധ്യതയുണ്ട്. കബനി നദി കര കവിഞ്ഞു എന്ന് പറഞ്ഞാൽ വയനാട്ടിലുള്ള ജനങ്ങൾക്ക് ജാഗ്രത വേണം, അത്യാവശ്യമാണ്. ഇപ്പോൾ പുറത്തു വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ വലിയ അടിയന്തരാവസ്ഥയൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെ, ഇത് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഇപ്പം നിലവിൽ റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, അതുപോലെ തന്നെ അലർട്ടുകളെല്ലാം തന്നെ ഓറഞ്ച് അലർട്ടൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഈ മാറി വരുമ്പോൾ ചെറിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ വെള്ളം കുത്തി ഒലിച്ചെത്തുന്ന സമയമാണ്. സ്വാഭാവികമായി മറ്റ് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ ഇവരൊക്കെ തന്നെ ഈ ഒഴുക്ക് വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇവർ ഈ മീൻ പിടിക്കുന്നതിൽ വലിയ പരിചയസമ്പന്നരൊന്നും അല്ല. ഇവർ ചെറിയ കയ്യിൽ കിട്ടുന്ന ചെറിയ വല, ചെറിയ ചൂണ്ട, കമ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മീൻ പിടിക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് വലിയ കയത്തിലേക്കോ അല്ലെങ്കിൽ ഈ ചെളിയുള്ള പ്രദേശങ്ങളിലേക്കോ മുങ്ങിപ്പോയാൽ, ഇവർ മീൻ പിടിക്കാനൊക്കെ പോകുന്നത് പുലർച്ചെ അല്ലെങ്കിൽ ഏറെ വൈകി രാത്രിയിലൊക്കെയാണ് പോകുന്നത്. ആ സമയത്ത് വെട്ടമില്ല, ആരുടെയെങ്കിലും സഹായമില്ല, വെള്ളത്തിൽ മുങ്ങിപ്പോവുക. ഈ പോകുന്ന 90% ആളുകൾക്ക് നീന്തൽ പോലും അറിയില്ല. പക്ഷെ അവരുടെ ഒരു ആവേശം, ഒരു സ്പിരിറ്റ് ഒക്കെയാണ്. പക്ഷെ സ്വന്തം ജീവൻ വെച്ചാണ് കളിക്കുന്നതെന്നും നിങ്ങൾ അത്തരത്തിലുള്ള നീക്കത്തിന് ഇറങ്ങരുത്. ആ നീക്കം കണ്ടിട്ടാണ് കുട്ടികൾ, അത് യങ്സ്റ്റേഴ്സ്, ഇപ്പൊ നമുക്കറിയാലോ എല്ലാവരും മൊബൈലിൽ അഡിക്റ്റ് ആണ്, കമ്പ്യൂട്ടർ, TV-യിലൊക്കെ അഡിക്റ്റ് ആണ്. പക്ഷെ വെള്ളം വന്നു കഴിയുമ്പോൾ ഒരു കൗതുകമാവും പുറത്തേക്ക് ഇറങ്ങാൻ. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും സ്വന്തം മക്കളെ, സഹോദരങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുക. പ്രായമായ ആൾക്കാരൊക്കെ വീട്ടിലുണ്ട്. അവർ ഏതെങ്കിലും കാരണവശാൽ വെള്ളം പോകുന്ന സമയമാണെങ്കിൽ അധികൃതരുടെ മുന്നറിയിപ്പ് പാലിച്ചുകൊണ്ട് അവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. 6 വരിപ്പാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കണം, ഒപ്പം ഭയവും വേണം. എന്നാൽ നമുക്കിതിനെയൊക്കെ തരണം ചെയ്യാമെന്നുള്ള കടുത്ത ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയും, അല്ലേ? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.